നമസ്തേ. മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണി എന്ന ഗ്രന്ഥത്തിന്റെ 8ാമത്തെ ദശകമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. 1 മുതൽ 7 വരെയുള്ള ദശകങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൊല്ലിയിട്ടിട്ടുണ്ടായിരുന്നു. ഗുരുനാഥനായ അച്യുത പിഷാരടിയുടെ വാതരോഗം സ്വയം ഏറ്റെടുത്ത മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ആ രോഗം ശമിക്കുന്നതിനായി ഗത്യന്തരമില്ലാതെ എത്തിച്ചേർന്നതും ശ്രീ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തന്നെ ആയിരുന്നുവല്ലോ. തന്റെ രോഗശാന്തിക്കായി ചെയ്യേണ്ടുന്നത് മീൻ തൊട്ടു കൂട്ടുകയാണെന്ന ഭക്താഗ്രഗണ്യനായ തുഞ്ചത്തെഴുത്തച്ഛൻ വിധിച്ചുവെന്നും അതിന്റെ സാരം മനസ്സിലാക്കിയ ഭട്ടപാദർ മത്സ്യാവതാരം തുടങ്ങിയ ഭഗവത് അവതാര കഥകൾ ശ്രീമദ് ഭാഗവതത്തെ അവലംബിച്ച് 1000-ലധികം ശ്ലോകങ്ങൾ അടങ്ങുന്ന 100 ദശകങ്ങളായി സംഗ്രഹിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യുന്ന രീതിയാൽ രചിച്ച് ഭഗവാനെ കേൾപ്പിച്ച് വേണുഗോപാല രൂപത്തിൽ ഭഗവാനെ സ്വന്തം മാംസചക്ഷുസുകൾക്ക് മുമ്പിൽ ദർശിച്ച് വാതരോഗമുക്തിയും ജീവിതാവസാനത്തിൽ സായുജ്യവും കൈവരിച്ചുവെന്നാണല്ലോ ഐതിഹ്യം. വാതരോഗത്താൽ അത്യധികം വേദന അനുഭവിക്കുന്ന അവസരത്തിലും നാരായണീയ കർത്താവ് ആദ്യ ശ്ലോകം തുടങ്ങുന്നത് സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന പദത്തോടു കൂടിയാണ് എന്നത് ഈ സ്തോത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സാന്ദ്രാനന്ദാത്മകമായ ഭഗവത് സ്വരൂപത്തിൽ നിന്നുത്ഭവിച്ച് നമ്മിലേക്കൊഴുകുന്ന ആ ആനന്ദം അവസാന ശ്ലോകത്തിലെ അവസാന പദമായ ആയുരാരോഗ്യ സൗഖ്യം എന്ന അവസ്ഥയിൽ നമ്മെ എത്തിക്കുന്നുവെന്നതാണ് ഈ സ്തോത്രത്തിന്റെ മഹത്വം. ശ്രീനാരായണ മഹത്വത്തെ വിഷയമാക്കി നാരായണ ഭട്ടതിരി രചിച്ചതിനാൽ 2 വിധത്തിലും നാരായണീയം എന്ന പേരിന് അർത്ഥമായ ഈ സ്തോത്രം നിത്യം പാരായണം ചെയ്യുന്നത് ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രീതിക്ക് കാരണമാകും. അപ്പം നമുക്ക് ശ്ലോകം ചൊല്ലാം. ദശകം 8 പ്രളയവും സൃഷ്ടിയും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാദിമേ ലബ്ധ ജന്മ ബ്രഹ്മാവൂയസ്തത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേം പൂർവകൽപ്പോപമാനാം സോയം ചതുർയുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സുസൃഷ്ടൈർ നൈമിത്തിക പ്രളയമാകുരുദോസ്യ രാത്രി അസ്മാദൃശാം പുനരകർമുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവ പ്രസാദാത് പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷം തു സുപ്തപ്രബോധന സമാസ്തി തഥാപി സൃഷ്ടിഃ പഞ്ചാശദപ്തമധുനാ സ്വപയോഗരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്തിരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ ദിനാവസാനേത സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്ലേ ജഗന്തിജാത്വജ്ജഠരം സമീയു തദേതമേകാർണവമാസവിശ്വം തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവൽ സ്വരൂപഃ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ കാലാക്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദോ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രജേന തത്രാഖില ജീവതാംനാം ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാക്യശക്തി പ്രഥമ പ്രബുദ്ധാം പ്രബോധയത്വാം കില വിശ്വനാഥാം വിബുദ്ധജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷീവ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു വിശ്വേഷു ദദാത ദൃഷ്ടിം തതസ്തതിയായതീനാഭിരന്ധ്ര ദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം തദേതദം ഭോരുക കുട്മളം ദേ കളേവരാതോയ പദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വദാമവിർദ്വന്ദ്വമലന്ന് ഗൃന്ധത് സമ്പുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവതീരധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി അസ്മിൻ പരാത്മന്നനുപത്മകൽപേ ത്വമിത്തമുത്താവിത പത്മയോനി അനന്തഭൂമാമരോഗരാശി നിരുന്ദിവാദാലേ വാസവിഷ്ണു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.